നേരത്തെ നമ്മൾ സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് എം പി ബി.ജെ.പിയിൽ ചേരുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയെന്ന വാർത്ത കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിരവധി പ്രതികരണങ്ങൾ സംസ്ഥാനത്ത് വരികയുണ്ടായി. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് കൂടി വളരെ വേഗത്തിലൊന്ന് പോകാം. കോൺഗ്രസ് എം പിമാർ ബി.ജെ.പിയിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പോക്ക് യാദൃശ്ചികമല്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബിയും ബി.ജെ.പിയിലേക്ക് ഈ സമയത്ത് ആരും പോകില്ലെന്നും മുൻപാണെങ്കിൽ വിശ്വസിക്കാമായിരുന്നുവെന്ന് K. മുരളീധരനും പ്രതികരിച്ചു. വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് M.M. ഹസൻ പ്രതികരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കോൺഗ്രസ് എംപിമാർ ബി.ജെ.പിയിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. അത് അത്ഭുതകരമായൊരു കാര്യമില്ല. കേരളത്തിലെ ബി.ജെ.പിയിലേക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ, തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞില്ലേ? ആ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? പൂരം കലക്കണതിൻ്റെ പത്മജ ബി.ജെ.പി ചേർന്നില്ലേ? തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ കരുണാകരൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ RSS കയറിയില്ലേ? കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്ന് പത്മജ വേണുഗോപാൽ ആരോപിച്ചു. ഇനിയും കൂടുതൽ ആളുകൾ ബി.ജെ.പിയിലേക്ക് വരുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ബി.ജെ.പിയിലേക്ക് ഈ സമയത്ത് ആരും പോകില്ലെന്നും മുൻപാണെങ്കിൽ വിശ്വസിക്കാമായിരുന്നുവെന്നും K. മുരളീധരൻ പ്രതികരിച്ചു. നിരാശയുടെ സമയത്ത് പോവാത്ത ഒരാൾ പ്രത്യാശയുടെ സമയത്ത് പോവോ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. കോൺഗ്രസ് എം പി ബി.ജെ.പിയിൽ ചേർന്നുവെന്ന വാർത്തയിൽ നേതൃത്വം മറുപടി പറയണമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പോക്ക് യാദൃച്ഛികമല്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബി പറഞ്ഞു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ മുൻപ് പുറത്തു വന്നതാണ്. KPCC അധ്യക്ഷനടക്കം ഇത്തരത്തിൽ നിലപാട് പരസ്യമാക്കിയതാണെന്നും M.A. ബേബി ചൂണ്ടിക്കാട്ടി. ഇതൊരു പൊതുപ്രവണതയാണ്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒരു ഘട്ടത്തിൽ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എന്നെ പല ബി.ജെ.പിയുടെ നേതാക്കന്മാരും വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് ബി.ജെ.പി ചേരാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ളതിൽ പറഞ്ഞതിൻ്റെ ഫുട്ടേജ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പിയും ബി.ജെ.പിയിലേക്ക് പോകില്ലെന്ന് UDF കൺവീനർ M.M. ഹസൻ വ്യക്തമാക്കി. ചർച്ച നടത്തിയ എം പിയുടെ പേർ മാധ്യമങ്ങൾ പറയുന്നില്ല. ഇത്തരം വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും M.M. ഹസൻ പറഞ്ഞു. എത്രയോ നാളായി കൈരളിയും ദേശാഭിമാനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ്സുകാർ പോകുമെന്ന്. ഒരു നേതാവും ഇവിടെ നിന്ന് പോകും. V.D. സതീശൻ വർഷങ്ങൾക്ക് മുമ്പ് RSS വേദി പങ്കിട്ടത് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇപ്പോൾ സതീശൻ ഏത് സ്ഥാനത്ത് എന്ന് നോക്കിയാൽ മതി. ആരെങ്കിലും പോയാൽ ഒന്നും സംഭവിക്കില്ലെന്നും P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2006 ശേഷം നദിയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി. V.D. സതീശൻ പിന്നെ എന്തെല്ലാം റോളിൽ വന്നു. ഇപ്പം ഇനി അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം വാർത്തയോട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ കൂട്ടാക്കിയില്ല. ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്നാളൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വയനാട് ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാനും KPCC പ്രസിഡന്റും തമ്മിൽ വലിയ അടിയായിരുന്നു. പച്ചക്കള്ളായിരുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.